എന്താ നിനക്ക് ഫോൺ എടുക്കാൻ ഇത്ര താമസം? നീ കുറച്ചു നാളായി അഹങ്കാരം കാണിക്കാൻ തുടങ്ങിയിട്ട്. ചെയ്യുന്ന ജോലിയിലും ഉത്തരവാദിത്വമില്ല. സമയത്ത് റെസ്പോണ്ട് ചെയ്യാനും വയ്യ. നീ ആരാണെന്ന് നിന്റെ വിചാരം? താൻ ആരാന്നോട് തന്റെ വിചാരം? താൻ വിളിക്കുമ്പോ ഇതിനോട് പൃഥ്വി ഫോൺ എടുക്കുന്നേ? ഒരു കോള് ചെയ്താൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും അറിയാത്ത താനൊക്കെ എന്ത് മനുഷ്യനാ? ഏതോ നീ മേനോൻ. ഞാൻ കോൾ എടുത്ത ഉടനെ അവൻ പൃഥ്വി വഴക്ക് പറയാൻ തുടങ്ങി. മരത്തലേ കഴുത. 10 പൈസയുടെ ബുദ്ധി ഉണ്ടാവും. ഹലോ സാർ. ഹലോ. സോറി, ഞാൻ വാഷ്റൂമിലായിരുന്നു. വൈഫാ ഫോൺ എടുത്തത്. എനിക്ക് മനസ്സിലായി. ഇതൊക്കെയാണ് നിന്നോടൊക്കെ കല്യാണം കഴിക്കരുതെന്ന് ഞാൻ പറയുന്നത്. ഇതൊക്കെ വലിയ തലവേദനയാണെന്നേ. ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഇന്ന് നേരിട്ടൊന്ന് കാണണം. പുതിയ ഡീലിന്റെ കാര്യം സംസാരിക്കാനാ. ഞാൻ വന്നോളാം സാർ. ശരി, എപ്പോ എവിടെ വരണമെന്ന് ഞാൻ അറിയിക്കാം. ശരി. ഫോൺ ഭാര്യയുടെ കൈ കൊടുത്തിട്ട് എവിടെയെങ്കിലും വായി നോക്കി നടക്കരുത്. ഇല്ല സാർ. പിന്നെ അവളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം. ഞാൻ ആരാണെന്ന് നമുക്ക് അറിയില്ല. കൊന്ന് കടലിലെ മീനുകൾക്ക് എറിഞ്ഞു കൊടുക്കും ഞാൻ. ഇല്ല, കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം. നീ എങ്ങനെ ഇതിനെയൊക്കെ സഹിക്കുന്നടാ? ശരി സാർ. നീ എന്തിനാശി എനിക്ക് വന്ന് കോൾ എടുത്തത്? അത് ശരി, ഇപ്പൊ ഞാൻ കോൾ എടുത്തതാണോ കുറ്റം? എന്റെ ഉറക്കം കളഞ്ഞ് കോൾ വന്നപ്പോ ഞാൻ എടുത്തതാ. എനിക്ക് വന്ന കോൾ അത് താൻ എടുത്തത് എന്തിനാണെന്നാ ചോദിച്ചത്. പൃഥ്വിക്ക് വന്ന കോൾ ഞാൻ എടുത്ത എന്താ കുഴപ്പം? ഞാൻ പൃഥ്വിയുടെ ഭാര്യയല്ലേ? ശരി, കോൾ എടുത്താൽ അറ്റ്ലീസ്റ്റ് മര്യാദയോടെങ്കിലും സംസാരിക്കണ്ടേ? ആരാ എന്താണെന്ന് അറിയാതെ താൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? അയാൾ നമ്മുടെ ലോജിസ്റ്റിക് കമ്പനിയുടെ വലിയൊരു കസ്റ്റമറാണ്. ഒരു കൺസൈൻമെന്റ് കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അയാളോട് യാതൊരു വിവരമില്ലാത്ത രീതിയിൽ നീ ഇങ്ങനെ സംസാരിച്ച് ഭയങ്കര മോശമായി പോയി. ഇനി മേലിൽ എനിക്ക് വരുന്ന കോൾ എന്തെങ്കിലും എടുത്താ നീ വിവരം അറിയും. എന്തെങ്കിലും അത്യാവശ്യ കോളായിരിക്കും എന്ന് കരുതി പൃഥ്വി വാഷ്റൂമിലാണ്. തിരിച്ചിറങ്ങുമ്പോ വിളിക്കാൻ പറയാന്ന് കരുതിയാ ഞാൻ കോൾ എടുത്തത്. ഞാൻ ഹലോ എന്ന് പറയുന്നതിന് മുൻപേ അയാൾ പൃഥ്വി വഴക്ക് പറയാൻ തുടങ്ങി. അതാ ഞാനും തിരിച്ചോരോന്ന് പറയാൻ തുടങ്ങി. എന്റെ പൃഥ്വി ആരും മോശമായിട്ട് പറയുന്നത് എനിക്ക് കേട്ടു നിൽക്കാൻ പറ്റില്ല. താൻ വെറുതെ കരയാതെ. അയാളൊരു പ്രീമിയം കസ്റ്റമറാ. അതിന്റെ ടെൻഷനിലാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത്. താനിത് വിട്ടേക്ക്. ചില ആളുകൾ ഫോണിൽ വിളിക്കുമ്പോൾ വേറെ ആരെങ്കിലും എടുത്ത് എക്സ്ക്യൂസുകൾ പറയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കിനി കോളിൽ വന്നാൽ താൻ എടുക്കണ്ട. മിസ് കോള് കാണുമല്ലോ, ഞാൻ പിന്നീട് തിരിച്ചു വിളിച്ചോളാം. താനിങ്ങനെ ടെൻഷൻ ആവണ്ട. ഓക്കെ? ഇപ്പൊ താൻ വിഷമിക്കണ്ട. വാ വാ. ഏയ്, കരയാതോടും. വിഷമിക്കണ്ട കേട്ടോ. ഏയ്